നിങ്ങളുടെ സകല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ ഞാനൊരു ചെറിയ ദുആ പറഞ്ഞു തരട്ടെയോ? നബി തങ്ങളുടെ ചോദ്യമാണ് സ്വഹാബത്തിനോട്. സ്വഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും. നബി തങ്ങൾ ഒരു ചെറിയ ദുആ പറഞ്ഞു കൊടുത്തു, വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്. ഏതാണ് ആ ദുആ എന്ന് കേട്ടു നോക്കിയാലോ? നമ്മൾ നേരിടുന്ന പല പ്രയാസങ്ങൾ കാരണം മനപ്രയാസം, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരായിരിക്കും പലരും, അല്ലേ? ചിലരുടെ പുറമേ നോക്കാൻ വലിയ സക്സസ് ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളു വല്ലാതെ നീറിപ്പോകുന്നുണ്ടാവും. എളുപ്പമുള്ളൊരു പരിഹാര മാർഗം ടെൻഷനിൽ നിന്നും കൽബ് ഫ്രീ ആയി കിട്ടാൻ, സമാധാനമുള്ള ജീവിതം കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഒരു ദുആ, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരങ്ങൾ, നോമ്പുകൾ, സൽക്കർമ്മങ്ങൾ, ഖുർആൻ പാരായണങ്ങളെല്ലാം അള്ളാഹു കബൂലാകട്ടെ. പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ദുആ വസിയത്ത് ചെയ്ത് കമന്റുകൾ അയച്ചവർ, അള്ളാഹു എല്ലാവർക്കും നീ അവരുടെ സതുദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഖൽബിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അതൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ആത്മാർത്ഥമായി ദ്വാരക്കാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കാറുണ്ട്. പലപ്പോഴും റീപ്ലൈ തരാൻ വൈകുന്നത് സമയക്കുറവ് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരക്കണം. ആവശ്യങ്ങൾ, നിങ്ങൾ പറയുന്ന മെസ്സേജുകൾ, നിങ്ങളുടെ കമന്റുകളൊക്കെ അധികവും വായിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ അത് മുൻനിർത്തി ദ്വാരക്കാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ സതുദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. പരീക്ഷ നടക്കുന്ന കാലമാണ്. മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. കടബാധ്യതരുണ്ട്, അള്ളാഹു കടങ്ങൾ തീർത്തു തരട്ടെ. അങ്ങനെ എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം മനസ്സിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും, അല്ലെ? ടെൻഷൻ ഇങ്ങനെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത്? പലരുടെയും ചിന്തയാണ്, എൻ്റെ അടക്കമുള്ള ചിന്തയാണ്, എന്താ എനിക്ക് മാത്രം എന്താ അങ്ങനെ? മറ്റുള്ളവരെ സക്സസ് ആയ ആളുകളെ കാണുമ്പോൾ, അല്ലെ, പുറമെ വലിയ നല്ല ഉഷാറായിട്ട് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളിങ്ങനെ തോന്നുന്നത്, അദ്ദേഹത്തിന് കൊടുത്തല്ലോ, എനിക്കെന്താ ഇല്ലാത്ത, എനിക്ക് മാത്രം എന്താ, എന്നോട് മാത്രം എന്താ ഒരു പക്ഷാഭേദം പോലെ, അല്ലേ? യഥാർത്ഥത്തിൽ ഈ പുറമൂച്ച് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണ്ട. പുറംമൂടി കണ്ടിട്ട് ഒരാൾ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, അയാളെ കണ്ടിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും അയാൾക്ക് എന്തൊരു സുഖമാണ്. ചിന്തിക്കേ വേണ്ട. കാരണം നമ്മേക്കാൾ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും അയാളുടെ കൽബിൽ. നമ്മേക്കാൾ ചിലപ്പോൾ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവൂല, അയാൾക്ക് നമ്മേക്കാൾ ടെൻഷൻ ഉണ്ടാവും. ചില ആളുകൾ കാണുമ്പോൾ നല്ല കാറിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മേക്കാൾ ഇടങ്ങേറ് പിടിച്ച ഉള്ളു ഞെരുങ്ങിയിട്ടായിരിക്കും ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പുറംമൂച്ച് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ആരെയും വിലയിരുത്താൻ നിൽക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം നൽകട്ടെ, കൽബിന് സമാധാനം നൽകട്ടെ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടിയത് കാണുമ്പോൾ കൽബിൽ ഇങ്ങനെ ഒരു പെടച്ചിൽ വരുന്നത്, ഒരു വിഷമം വരുന്നത്? എന്താണ്? നമുക്ക് നൽകിയത് കുറഞ്ഞു പോയത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കൽബിന് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട്, ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ കൽബ് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ, ടെൻഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. നമ്മുടെ ആരോഗ്യം നിലനിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തുകൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നിസ്കരിക്കുന്ന സമയത്ത് വേറെ ചിന്തകളൊന്നും വരില്ല, കൽബ് റാഹത്തായിരിക്കും. അതേസമയത്ത് കടത്തിന്റെ പ്രശ്നവും പ്രയാസമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഈ കടമായിരിക്കും ചിന്ത ഉണ്ടാകാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിന്റെ പ്രയാസമുള്ളവരാണെങ്കിൽ അവർക്ക് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഈ രോഗത്തിന്റെ ചിന്തയായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രയാസങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തിന് വലിയ രസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ഇതൊക്കെ നീങ്ങി കിട്ടിയിട്ട് നമ്മുടെ കൽബൊന്ന് റാഹത്താകണം, സലാമത്താകണം. ഈ പരിശുദ്ധ മാസം കഴിയുന്നതിന് മുമ്പ് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റണം ഇൻഷാ അല്ലാഹ്, അല്ലേ? സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് മാത്രം പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തും ചുരുങ്ങിയ രൂപത്തിൽ. അലാ ഉഹദ്ദിസുക്കും ബിമാ യകൂനു ലക്കും ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ സ്വഹാബ. സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഈ കാര്യം ചെയ്താലുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. ദുനിയാവ് മുഴുവൻ, ആഖിറം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഖൈറായ ഒരു സംഗതി. അല്ലാഹ്, അപ്പൊ അതിന്റെ വലിപ്പം, അതിന്റെ പ്രാധാന്യം എന്തായിരിക്കും? നബി തങ്ങളുടെ ഹദീസിൽ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാകുന്നത് കുറഞ്ഞ സംഗതികൾക്കേ ഉള്ളൂ. ദുനിയാവും ആഖിറവും ലഭിക്കുന്ന അമൽ, അത് കുറഞ്ഞ അമലുകളേ ഉള്ളൂ. അക്കൂട്ടത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചത് ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ. ദുനിയാവും ആഖിറവും അത്ര അളവ് എന്നല്ല, അതിനേക്കാൾ മികച്ചത് ലഭിക്കും. അങ്ങനത്തെ ഒരു ദുആ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? വഇദാ ഖറബതും വഗ്തമംതും ദഅവതുമുല്ലാഹ അസ്സ വജൽ ഫറജ അൻകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത്, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ മനക്ലേശത്തിലാവുന്ന, ടെൻഷൻ അടിക്കുന്ന സമയത്ത്, പിരിമുറുക്കമുണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്ക് ചില ആളുകൾ മരിച്ചാൽ മതിയെന്ന് അങ്ങനെ ചിന്തിക്കുമല്ലോ, അത്രത്തോളം നിങ്ങൾ ഇടങ്ങേറായി അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും ദഅവതുമുല്ലാഹ അസ്സ വജൽ, നിങ്ങൾ ഈ ദുആ അങ്ങോട്ട് അള്ളാഹുവിനോട് ദുആ ഇറക്കും.
ഈ ദുആ പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കും. അങ്ങനത്തെ ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഫറജാൻകും, അള്ളാഹു നിങ്ങളെ തൊട്ട് അതെന്ത് ചെയ്യും? ഈ ദുആ എന്നതിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് അത് നീക്കി തരികയും ചെയ്യും. അപ്പോൾ ഉറപ്പായും നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്ന, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന, നിങ്ങളുടെ മനപ്രയാസം നീങ്ങി ടെൻഷൻ മാറി പിരിമുറുക്കം മാറിയിട്ട് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു ദുആ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? നമ്മുടെ അടുത്താ ചോദിക്കുന്നെങ്കിൽ എന്തു പറയും? അതേ നബിയെ പറഞ്ഞെന്നാരും ഇല്ലേ? സ്വഹാബത്തും പറഞ്ഞു. ഖാലു, അവർ പറയാണ് ബലാ യാ റസൂലല്ലാ, നബിയെ പറഞ്ഞു തന്നാട്ടെ. ഏതാണ് ആ ദുആ? ഏതാണ് ആ ദുആ? നമുക്കൊക്കെ അറിയുന്ന വാക്കുകൾ മാത്രമുള്ളൊരു ദുആ, നമുക്കൊക്കെ അറിയുന്ന ചെറിയ ചെറിയ വാക്കുകൾ. അല്ലാഹ് എന്ന് വിളിക്കാൻ അറിയോ? അല്ലാഹ് എന്ന് വിളിക്കാൻ അറിയോ? എന്നാ നമുക്കിത് ചെല്ലാൻ പറ്റും ഇൻഷാ അല്ലാ. ഏതാണ് ആ ദുആ? നബി തങ്ങൾ പറയാണ്, ഖാല ഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹു അല്ലാഹ്, അല്ലാഹു റബ്ബുനാ റബ്ബന ലാ നുശ്രികു ബിഹി ഷൈആ. തീർന്നു. ഇതിൽ എളുപ്പമുള്ളതൊക്കെ അല്ലാഹു അല്ലാഹ് എന്ന് വിളിക്കാൻ നമുക്കറിയില്ലേ? റബ്ബുന എന്ന് വിളിക്കാൻ അറിയില്ലേ? അത് പറയേണ്ടത് എന്താ? ലാ നുശ്രികു ബിഹി ഷൈആ, ലാ നുശ്രികു ബിഹി ഷൈആ. അല്ലാഹു അല്ലാഹ്, അല്ലാഹു ആണ്, അല്ലാഹു ആണ്. അല്ലാഹുവിനെ വിളിക്കുകയാണ്. യാ അല്ലാഹ് എന്നാണ് ആ വിളിക്കുന്നത്. അല്ലാഹുവേ, അല്ലാഹുവേ. എന്നിട്ട് പറയണത് അല്ലാഹു റബ്ബുന, അല്ലാഹു ഞങ്ങളുടെ റബ്ബാണ്. അല്ലാഹു നമ്മുടെ റബ്ബാണ്, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പോറ്റി വളർത്തുന്ന, നമുക്ക് വേണ്ടത് നൽകുന്ന, അന്നം നൽകുന്ന, വെള്ളം നൽകുന്ന, വായു നൽകുന്ന, വീട് നൽകിയ, ഭാര്യയെ നൽകിയ, ഭർത്താവിനെ നൽകിയ, ഇണകളെ നൽകിയ, അതുപോലെ മക്കളെ നൽകിയ, നമുക്ക് ജോലി നൽകിയ, സമ്പാദ്യം നൽകി, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം നൽകിയവനായ അല്ലാഹു. ഈ കൂട്ടത്തിൽ രോഗം നൽകിയവനും അല്ലാഹുവാണ്, കടബാധ്യത തന്നതും അല്ലാഹുവാണ്, പ്രയാസങ്ങൾ നൽകിയത് അല്ലാഹുവാണ്. ഇതൊക്കെ നൽകിയതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഉണ്ടെന്ന് അറിയോ? ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പാപങ്ങൾ പൊറുക്കാനത് കാരണമായി തീരുന്ന ഒരു രോഗിയായ മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് രോഗത്തിൽ ക്യാൻസർ വന്നിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം വന്നിട്ട് ഒരുപാട് രോഗത്തിന്റെ പേരിൽ കഷ്ടപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാൾ നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇയാൾ മുമ്പ് ചെയ്തിരുന്ന തെറ്റുകളൊക്കെ മാഞ്ഞു പോയതായി കാണും. തെറ്റുകളൊന്നും കാണുന്നില്ലല്ലോ. അയാൾ ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് അത് നിനക്ക് അനുഭവിച്ച ആ വേദനയ്ക്ക് പകരമായിട്ട് മായ്ച്ചു കളഞ്ഞെന്ന്. അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ചിന്ത മുത്തുനബി തങ്ങൾ പറയാണ്, ആ സമയത്ത് അയാൾ ചിന്തിച്ചു പോകും, റബ്ബേ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ രോഗിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എനിക്ക് ആരോഗ്യം തന്ന സമയമുണ്ടല്ലോ, ആ സമയത്തു കൂടി എനിക്ക് രോഗം നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കും. അതാണ്. അപ്പൊ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മാത്രം എന്താ എന്ന് അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രയാസം വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചത് അമ്പിയാക്കളല്ലേ, നബിമാരല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല. പാപങ്ങൾ പൊറുക്കാൻ, ദോഷങ്ങൾ അഫൂ ചെയ്യാൻ, തെറ്റുകുറ്റങ്ങൾ മായ്ക്കാനൊക്കെ നമുക്ക് ഈ കിട്ടുന്ന പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യും? കാരണമായി തീരും. ദറജ വർദ്ധിക്കാൻ കാരണമായി തീരും. അമ്പിയാക്കൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല അവർക്ക് എന്ത് ചെയ്തത്? പരീക്ഷണം കൊടുത്തത്. മറിച്ച് അവരുടെ ദറജ അള്ളാഹുവിന്റെ അടുക്കൽ വീണ്ടും 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 ഉയരാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിലൂടെ അവരെന്ത് ചെയ്യുക? ഊതിക്കാച്ചി മിനുക്കിയെടുത്ത പൊന്നുപോലെ ആക്കിയെടുക്കുകയാണ്. ഇതുപോലെ നമ്മളും നന്നായി കിട്ടാൻ, നമ്മുടെ ദർജ വർദ്ധിക്കാനൊക്കെ അത് കാരണമായി തീരും. അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ. തന്ന പ്രയാസം ക്ഷമിക്കാനുള്ള ക്ഷമ, സബർ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ റബ്ബാണ്, അള്ളാഹുവാണ് ഇതൊക്കെ നൽകിയത്. എന്നിട്ട് പറയാണെന്ത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ നുശ്രികു ബിഹി ഷൈഅ, ലാ നുശ്രികു ബിഹി ഷൈഅ. ഞങ്ങൾ ആ റബ്ബിനോട്, ഏത് ഞങ്ങൾക്ക് ഇതൊക്കെ നൽകിയ യജമാനായ റബ്ബിനോട് ഞങ്ങൾ നന്ദികേട് കാണിക്കുകയില്ല, ഞങ്ങൾ ധിക്കാരം കാണിക്കുകയില്ല, പങ്കു ചേർക്കുകയില്ല. ഈ ഒരു വാക്ക് ഇതിനകത്ത് നമ്മളിപ്പോൾ റബ്ബിനോടൊന്നും ചോദിക്കണില്ല, ഇല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ദുആ എന്തെങ്കിലും തരണേന്ന് പറയുന്നുണ്ടില്ല. അല്ലാഹു അല്ലാഹ്, അള്ളാഹുവെ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുക? അള്ളാഹു റബ്ബിന്. അള്ളാഹു ഞങ്ങളുടെ റബ്ബാണ്, അവനോട് ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല. ഒരു അടിമ ഇതങ്ങനെ സമ്മതിക്കുകയാണ്. എന്താ ഇതിന്റെ ഗുണം? ഇങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരു യജമാനൻ ഇല്ലാത്തൊരു അടിമ താണ്ടിരുന്ന് പറയുന്നുണ്ട് അള്ളാഹുവാണ് റബ്ബ് എന്ന്. അപ്പോൾ അള്ളാഹു തന്നെ തീരുമാനിക്കുമെന്ത്? ആ മനുഷ്യന് വേണ്ടതൊക്കെ വീണ്ടും കൊടുക്കണം, ആ മനുഷ്യന്റെ ഖൽബിലുള്ളതെല്ലാം കൊടുക്കണം, അയാൾ ഉദ്ദേശിക്കുന്ന ചോദിക്കുന്നതൊക്കെ കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യങ്ങളെ മുഴുവൻ അള്ളാഹു നൽകുന്നതാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാണ്, സുമ്മ ദുഉ ബിമാ ബദാലക്കും, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ ചോദിച്ചോളാൻ. ഈ ദുആ പറഞ്ഞതിന് ശേഷം ഒരുപാട് തവണ എന്ത് പറയണം? ഒരു വട്ടം പറഞ്ഞാൽ മതി, ഒറ്റ തവണ പറഞ്ഞാൽ മതി. ഒരു തവണ, ഈ ഒരൊറ്റ തവണ ഈ ദുആ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ദുആഇനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂൽ, നാവ് കൊണ്ട് കളവ് പറയാത്ത മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അവിടുത്തെ ഹദീസിൽ കാണാം. നോക്കുക, അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അല്ലാഹു അല്ലാഹ്, അല്ലാഹു റബ്ബുന റബ്ബന ലാ നുശ്രികു ബിഹി ഷൈഅ. നമുക്ക് ഒന്നിരുന്ന് പഠിച്ചാൽ കുറഞ്ഞ സമയം മതി, ഇല്ലേ? ഒന്ന് 2-3 വട്ടം ചെല്ലിയാൽ തന്നെ നമുക്കത് കാണാൻ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതെന്ത് ചെയ്യുക? നിരന്തരം പതിവാക്കാം,
നിരന്തരം പതിവ്. നമുക്ക് ഒരുപാട് ദിക്ർ ചെല്ലുന്നതുകൊണ്ട് ഇത് വലിയ പ്രയാസമുള്ള ദിക്റൊന്നും അല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളത് ഓർമ്മപ്പെടുത്തിയതാണ്. പെട്ടെന്ന് ഹദീസ് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതാണ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. മനപ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ അള്ളാഹു മാറ്റിയിട്ട് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ. കുടുംബപരമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിയുന്ന തൊലാഖിന്റെ വക്കിലെത്തിയ പലരും ദുആ ഇറക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവെ നീ ഖൈറായ രൂപത്തിൽ ആ ബന്ധം സ്ഥാപിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ഖൈറായ സ്വാധീനങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. പരീക്ഷ എഴുതുന്നവരുണ്ട്, നല്ല വിജയം നൽകണേ അല്ലാഹ്. റബ്ബെ അതുപോലെ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബെ എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഖജനാവ് എത്ര വിശാലമാണ്, എത്ര മുക്കിയാലും തീരാത്ത വിശാലമായ ഖജനാവാണ് റബ്ബെ. നീ നൽകണേ റഹ്മാനെ. എൻ്റെ കമന്റുകളായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ആരൊക്കെ ദുആ വസിയത്ത് ചെയ്യുന്നുണ്ടോ, ആരൊക്കെ പ്രയാസങ്ങൾ പറയുന്നവരുണ്ടോ, ആരൊക്കെ ബുദ്ധിമുട്ടുകൾ പറയുന്നവരുണ്ടോ, ആരൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നവരുണ്ടോ റബ്ബെ അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഞാൻ വലിയ ആളായതുകൊണ്ടോ, ഞാൻ ദുആക്ക് ഇജാബത്തുള്ള ആളായതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇതുപോലെ ദുആയിരൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ ആമീൻ പറയുമ്പോൾ ആ ആമീൻ അവർക്കൂടെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് റബ്ബെ അവരൊക്കെ കമന്റ് അയക്കുന്നത്. അവർക്കൊക്കെ നീ ഖൈറ് ചെയ്യണേ അല്ലാഹ്. നീ ബറക്കത്ത് ചെയ്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാവരെയും നീ ഉയർത്തണേ അല്ലാഹ്. എല്ലാവർക്കും സ്ഥാനം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബെ എല്ലാവരെയും നാളെ മുത്തഖീങ്ങളിൽ ചേർത്ത് നിന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നീ ചേർത്തു തരണേ അല്ലാഹ്. ഈ വിശുദ്ധ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റബ്ബേ. റബ്ബെ നിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയൊക്കെ ചേർത്ത് നീ സന്തോഷം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. റബ്ബെ ഞങ്ങളെയും അവരെയും നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഹബീബായ നബി തങ്ങളോടൊപ്പം നീ ചേർത്തു തരണേ അല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.